രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പര്യടനത്തിന് ഇന്ന് സമാപനം. വൈകിട്ട് ചൈതന്യഭൂമിയിലാണ് പര്യടനത്തിന് സമാപനമാവുക. നാളെ ദാദറിലാണ് പൊതുസമ്മേളനം നടക്കുക. ഇന്ത്യ മുന്നണി നേതാക്കളെ പൊതുസമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെയാണ് ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്നത്. എം ജി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, എങ്ങനെയാണ് സമാപന സമ്മേളനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കളും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? വിവരങ്ങൾ. ധന്യ, രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പര്യടനം ഇന്ന് അവസാനിക്കും. മുംബൈയിലെ ചൈതന്യഭൂമിയിലാണ് പര്യടനം അവസാനിക്കുന്നത്. നേരത്തെ മാർച്ച് 20-നായിരുന്നു ഈ ഒരു പര്യടനം അവസാനിക്കുക. ഒപ്പം തന്നെ സമാപന സമ്മേളനം ഒക്കെ തന്നെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതായത് യു-പിയിലെ പശ്ചിമ മേഖലയിലുള്ള ചില മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഈ ഒരു പര്യടനം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുമായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതൊരു വലിയ തിരിച്ചടി ഉണ്ടാകും. സംഘടനാ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ആളുകൾക്ക് അവിടുത്തെ കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. നാളെയാണ് സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ മുംബൈയിലെ ശിവാജി പാർക്കിലാണ് അതായത് തെരഞ്ഞെടുപ്പിന് കാഹളം കൊട്ടുന്ന രീതിയായിട്ടുള്ള, അതായത് ഇന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷം നാളെ നടക്കുന്ന സമാപന സമ്മേളനം അത് വലിയൊരു ശക്തി പ്രകടനമായി മാറ്റാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി കണക്കുകൂട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു യാത്രയ്ക്ക് ഇന്ത്യൻ മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തന്നെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എം കെ സ്റ്റാലിനും ഒപ്പം തന്നെ ശരത് പവാർ, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ് തുടങ്ങി പ്രമുഖരെല്ലാം തന്നെ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ക്ഷണം നൽകുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എല്ലാ മുന്നണിയിലുള്ള എല്ലാ നേതാക്കൾക്കും ക്ഷണം നൽകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. എന്തായാലും അത് സ്വീകരിച്ചുകൊണ്ട് ഇവരെല്ലാം തന്നെ പങ്കെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ നാളത്തെ സമാപന സമ്മേളനത്തിലെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ യാത്ര ഏകദേശം 63 ദിവസങ്ങളാണ് പിന്നിടുന്നത്. ഈ 6713 കിലോമീറ്റർ ദൂരമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം നടത്തിയത്. അതിൽ നമുക്കറിയാം, ആദ്യ യാത്ര ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അത് പദയാത്രയായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാത്ര നടക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വീകാര്യത ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പല സംസ്ഥാനങ്ങളും നമ്മൾ കാണുകയും ചെയ്തൊരു കാര്യം തന്നെയാണ്. അതായത് തൗബയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ യാത്രയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ സംഘർഷങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു. അസമിൽ വലിയ രീതിയിൽ സംഘർഷം ഉടലെടുക്കുകയും അവിടെ പല വേദികൾക്കും യാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പശ്ചിമ ബംഗാളിലേക്ക് യാത്ര കടന്നപ്പോഴും അവിടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മമതാ ബാനർജി ആ ഒരു യാത്രയിൽ നിന്ന് വിട്ടുനിന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. ബംഗാളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് പല കോണുകളിലും അനുമതി നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ 63 ദിവസം കൊണ്ട് ആണ് ഈ ഒരു യാത്ര മുംബൈയിൽ എത്തിയിരിക്കുന്നത്. മുംബൈയിൽ 2 ദിവസം മുമ്പ് യാത്രയുടെ പര്യടനം ആരംഭിച്ചപ്പോൾ അന്നാണ് മഹിളാ ന്യായ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നത്. വനിതകൾക്കായി 50% സീറ്റുകൾ, അതായത് ഈ സർക്കാർ ജോലി ഇനത്തിൽ മാറ്റിവെക്കും, അത്തരത്തിൽ നടപ്പിലാക്കുമെന്നുള്ളൊരു സുപ്രധാനമായ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമടക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കി തന്നെയാണ് ഈ ഒരു ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനം നാളെ നടക്കാൻ പോകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ജോഡോ യാത്ര പോലെ ആയിരുന്നില്ല ന്യായ് യാത്ര. പലയിടങ്ങളിലും വലിയ ബുദ്ധിമുട്ടുകൾ യാത്രയ്ക്കുണ്ടാക്കി. അത്ര സ്മൂത്ത് ആയിട്ട്, ഇല്ലെങ്കിൽ അത്ര നല്ലത് എന്ന് വിലയിരുത്തപ്പെട്ട ഒരു യാത്രയുമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ, ഇല്ലെങ്കിൽ വോട്ടിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? കാരണം കൂടുതൽ ഇപ്പം നമ്മൾ തന്നെ നടത്തിയ സർവേയിൽ ഇത് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൽ 50%-ലധികം ആളുകളും അഭിപ്രായപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്ക്, ഇല്ലെങ്കിൽ കോൺഗ്രസിന് അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ്. ന്യായ് യാത്ര അങ്ങനെ തന്നെയാണോ? ധന്യ, അതിൽ നമ്മളൊന്ന് നോക്കിക്കാണേണ്ടത്, അതായത് ആ ഭാരത് ജോഡോ യാത്ര നടത്തിയതിനു ശേഷം വലിയ രീതിയിൽ കോൺഗ്രസിനൊരു പുത്തൻ ഉണർവ് തന്നെയായിരുന്നു അന്ന് നൽകുകയും ചെയ്തു. പിന്നീട് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കൂടി ഈ ഒരു യാത്ര പൂർണ്ണമായും കടന്നു പോകുന്നില്ല എന്നുള്ള വിമർശനം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് തന്നെയായിരുന്നു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. രണ്ടാമതായിട്ട് ഇതിന്റെ ഒരു 2.0 ഉണ്ടാകുമെന്ന് അന്ന് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാന
സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തരത്തിൽ യാത്ര ക്രമീകരിക്കും. ഒപ്പം തന്നെ UP അടക്കം ഉള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നു പോകും. ആ രീതിയിലായിരിക്കും ക്രമീകരണം നടത്തുക എന്നാണ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന പേരിൽ രണ്ടാമത്തെ യാത്ര ആരംഭിക്കുകയും ചെയ്തത്. അത് മണിപ്പൂർ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും അത്തരത്തിൽ ആ ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരിനും സാധിക്കാത്ത കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അത്തരത്തിൽ വിമർശനം നേരിടുന്ന ഒരു സർക്കാരിനെതിരെ അവിടെ നിന്ന് തന്നെ ഈ യാത്ര ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ ആദ്യം തന്നെ അവിടെ നിന്ന് ഈ തൗബാലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അനുമതി നിഷേധിക്കുന്നതാണ് നമ്മൾ കാണുകയും ചെയ്തത്. പിന്നീട് ആ അനുമതിയിൽ നിന്നും അതായത് അനുമതി നിഷേധിക്കുകയും ചെയ്തതിന് പിന്നാലെ തൗബാലിൽ നിന്ന് യാത്ര ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് പല മേഖലകളിലും ഈ യാത്ര കടന്നു പോവുകയും ചെയ്തു. എങ്കിൽ പോലും തന്നെ വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ഈ ഒരു യാത്രയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല സംസ്ഥാനങ്ങളിലും യാത്ര കടന്നു പോകുമ്പോൾ അതായത് ഈ രാമക്ഷേത്രമടക്കം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അതിനുള്ള മറുപടി തങ്ങൾ UPയിലേക്ക് യാത്ര കടന്നാൽ ആ രീതിയിൽ സംഘടനാ തലത്തിൽ അതായത് സംഘടനാ തലത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞ കുറെ കാലങ്ങളായി UPയിൽ സാധിക്കുന്നില്ല. അതിന് താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ സാധിക്കും. ഹിന്ദി ഭൂമിയിലൂടെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് എത്രത്തോളം സാധ്യമായി എന്നുള്ളത് നമുക്കിനി തെരഞ്ഞെടുപ്പാണ്, അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ യാത്ര നടക്കുന്ന വേളയിൽ കൂടിയായിരുന്നു സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശ് അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ തന്നെ വീണ്ടും BJP അതായത് മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ നമുക്കറിയാം, രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ രണ്ട് സംസ്ഥാനങ്ങളും പിന്നീട് BJP പിടിച്ചെടുക്കുന്നത് കണ്ടു. മധ്യപ്രദേശിൽ വലിയ രീതിയിൽ അവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ വലിയ വിജയം കയ്യിലൊതുക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു യാത്ര നാളെ സമാപനമാകുമ്പോൾ എത്രത്തോളം ശക്തി ആർജിച്ചിട്ടുണ്ട്, എത്രത്തോളം ഊർജ്ജം കോൺഗ്രസിന് നൽകുമെന്നുള്ള കാര്യം നമുക്കിനി കണ്ടറിയേണ്ടി. ശരി, നന്ദി മിഥുൻ.